5600 കോടിയുടെ കുടിശ്ശിക സംസ്ഥാനത്തെ വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീതമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീതം. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് തന്നെ പറയും. പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. വായ്പ കടമെടുത്ത ബാങ്കുകാർ വീട്ടിൽ തെരഞ്ഞു വരുന്നത്. 2023 മുതലാണ് കുടിശ്ശിക തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് 5700 നിൽക്കില്ല. കാരണം ഓരോ മാസം കൂടെ ഇനിയും ബില്ല് കുറേ എഴുതാനുണ്ട്. വർക്ക് കാലാവധിക്ക് മുമ്പ് തീർത്തിട്ടില്ലെങ്കിൽ ഫൈൻ. എന്നാൽ കരാറുകാരൻ്റെ പണം കിട്ടുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല, യാതൊരു വ്യവസ്ഥയുമില്ല. നമസ്കാരം. നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം കാര്യക്ഷമമായി പൂർത്തിയാക്കുന്നത് കരാറുകാരാണ്. എന്നാൽ പലപ്പോഴും ഇവരുടെ ദുരിതം നിറഞ്ഞ ജീവിതം നമ്മൾ ആരും കാണാറില്ല എന്നുള്ളതാണ്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നായിട്ട് ലഭിക്കാനുള്ള ഉദ്ദേശം 5700 കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് 2023 മുതൽ ഇവർക്ക് ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഇവർ നടപ്പിലാക്കിയ പദ്ധതികളുടെ വിഹിതം ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ ജലവിഭവ വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ, ഉത്തരമേഖല ചീഫ് എഞ്ചിനീയറെ ഉപരോധിക്കുന്ന നടപടിയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടു. ഇപ്പോൾ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുകയാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി നാഗരത്നൻ. നമുക്ക് അദ്ദേഹത്തോട് എന്താണ് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം എന്നുള്ളത് ചോദിക്കാം. സംസ്ഥാനത്തെ ജലജീവൻ മിഷന്റെ പദ്ധതി പൂർത്തീകരിച്ച വകയിൽ 5600 കോടിയുടെ കുടിശ്ശിക സംസ്ഥാനത്തെ വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. സംസ്ഥാന സർക്കാർ വാട്ടർ അതോറിറ്റിയാണ് ഈ വർക്ക് എടുപ്പിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീതമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീതമുണ്ട്. പക്ഷേ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. 2023 മുതലാണ് ഈ പദ്ധതിയുടെ ഫണ്ട് നിലച്ചിരിക്കുന്നത്. ഒരുപാട് സമരങ്ങൾ നടത്തി. ഇനി കാണാത്ത മന്ത്രിമാരില്ല, പക്ഷേ ഒരു അനുകൂല നടപടിയൊന്നും വരെ ഉണ്ടായിട്ടില്ല. ഏറെ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലെ ഒരു വാർത്ത കണ്ടു. 12,000 കോടി നവാർഡിൽ നിന്നും കടമെടുത്തുകൊണ്ട് ഈ ജലജീവൻ മിഷൻ്റെ ബാധ്യത തീർക്കാൻ പോകുന്നത്. പക്ഷേ എവിടെയും എത്തിയിട്ടില്ല ഇന്നുവരെ. ഇപ്പോൾ ഓണമാണ്. ഈ ഓണസമയത്ത് പോലും പ്രത്യേകിച്ച് ജലജീവൻ മിഷൻ്റെ പണിയെടുത്ത കരാറുകാർക്ക് ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല പലരും ബാങ്കുകളിൽ നിന്നും അതുപോലെ മറ്റ് പലരുടെ കയ്യിൽ നിന്നും പണമൊക്കെ കടമെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബാങ്കുകൾ ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കരാറുകാരൻ എവിടെ സിവിൽ സ്കോർ വെച്ചുകൊണ്ട് പിന്നെ എവിടെയും കരാറുകാർക്ക് ലോണ് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പൊതുവേ ഒരു വലിയ പ്രതിസന്ധിയിലാണ് കരാറുകാർ നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഇന്നലെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ഞങ്ങൾ നടത്തിപ്പോകുന്നത്. ഇപ്പോഴും സമരമുഖത്ത് തന്നെയാണ്. ഇനിയും മറ്റുള്ള സമരപരിപാടികൾ നടത്തും. ഒരുപാട് സമരങ്ങൾ നടത്തി, അതിൻ്റെ ഒന്നൊരു ഫലം കാണുന്നില്ല. പക്ഷേ സമരമല്ലാതെ മറ്റു മാർഗം ഞങ്ങളുടെ മുമ്പിലില്ല. ഇപ്പൊ ഇത് കേന്ദ്രമാണോ സംസ്ഥാന സർക്കാരാണോ, ആരാണ് തരുന്നത്? സംസ്ഥാനത്തിൻ്റെ വീതമുണ്ട്, കേന്ദ്രത്തിൻ്റെ വീതമുണ്ട്. രണ്ട് വീതം കൂടിയാണ്. കാരണം 50% ഞാൻ മനസ്സിലാക്കുന്ന 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 50% കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ജലജീവൻ മിഷന് വേണ്ടി. അതിൽ ഗുണഭോക്തൃ വീതങ്ങളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന വീതമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നടക്കുന്നില്ല. അതൊക്കെ ഇവർ വാങ്ങിക്കേണ്ടതാണ്, അവരുടെ ചുമതല. 5700 കോടി എന്ന് പറയും. എന്ന് മുതലാണ് ഇത് കുടിശ്ശികയായിട്ട്? കുടിശ്ശിക 2023 മുതലാണ് കുടിശ്ശിക തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് 5700 നിൽക്കില്ല. കാരണം ഓരോ മാസം കൂടെ ഇനിയും ബില്ല് കുറേ എഴുതാനുണ്ട്. ബില്ല് എഴുതുന്നതിനനുസരിച്ച് കൂടി വരും. അതാണ് ഇപ്പോഴത്തെ പൊതുസ്ഥിതി. ഇനിയിപ്പം കരാറുകാർ ഇപ്പം നിലവിൽ തൊഴിലെടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നത് പൊതുവേ ഈ പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. ഇതിന് മറ്റൊരു വലിയ ഒരു സങ്കടകരവും ഏറ്റവും ഒരു നീതി നിഷേധിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം വർക്ക് എഗ്രിമെൻ്റ് വെക്കാൻ നേരം വഴുകിപ്പോയാൽ ഫൈന്, വർക്ക് കാലാവധിക്ക് മുമ്പ് തീർത്തിട്ടില്ലെങ്കിൽ ഫൈൻ. എന്നാൽ കരാറുകാരൻ്റെ പണം കിട്ടുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല, യാതൊരു വ്യവസ്ഥയുമില്ല. അതിനെതിരായുള്ള പ്രതിഷേധം കൂടിയാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് തന്നെ പറയുന്നത്. പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. വായ്പ കടമെടുത്ത ബാങ്കുകാർ വീട്ടിൽ തെരഞ്ഞു വരുന്നത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് സർക്കാരിന്റെ ജോലികൾ ചെയ്ത കരാറുകാർക്ക് പണമില്ല. കരാറുകാരുടെ കുടിശ്ശിക ബില്ലുകൾ വർഷം പലത് കഴിഞ്ഞിട്ടും എന്തേ നൽകാത്ത അധികാരികളെ